ഇത് പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ വ്യക്തമായി തന്നെ പറയണം. 2015 വരെ നിലവിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥ എന്തായിരുന്നു? 2016 വരെ ആദ്യം 500 രൂപയായിരുന്നു. പിന്നീട് 2015 അത് 600 രൂപയാക്കി മാറ്റുന്നു, 1000 രൂപയാക്കി മാറ്റുന്നു. പിണറായി സർക്കാർ വരുന്ന സമയത്ത് 1000 രൂപയായിരുന്നു ഒരു ആശാ വർക്കർക്ക് ഓണറേറിയമായി ലഭിച്ചിരുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരും ഘട്ടം ഘട്ടമായി അത് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഇപ്പോൾ 7000 രൂപ സംസ്ഥാന സർക്കാർ ഓണറേറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഒറ്റയടിക്ക് കൂട്ടിയത് 2023 സമരത്തിലാണ് എന്ന് തോന്നുന്നു. അതിനുശേഷമാണ് 5000-ഓളം രൂപ കൂട്ടുന്നത്. അങ്ങനെ 7000 രൂപ ഓണറേറിയമായിട്ട് കൊടുക്കുന്നു. ഇൻസെന്റീവായിട്ട് 3000 രൂപ, അതിൽ 60:40 എന്ന കണക്കിലാണ്. എന്ന് പറഞ്ഞാൽ 1800 രൂപ സംസ്ഥാന സർക്കാർ, 1200 രൂപ കേന്ദ്ര സർക്കാർ. ഇത് കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ഓണറേറിയം എന്ന നിലയിൽ കിട്ടുന്ന 2000 രൂപ, ഇതെല്ലാം കൂടി കിട്ടി. കൂടാതെ ടെലിഫോണിന് വേണ്ടി കിട്ടുന്ന 200 രൂപ മാസം കിട്ടുന്നത്, അതേപോലെ മറ്റ് ഇൻസെന്റീവുകൾ ചേർത്ത് കിട്ടുന്ന 3000 രൂപ, ഇതെല്ലാം കൂടി ചേർത്താൽ മാത്രമാണ് ഈ 13,500 രൂപ കിട്ടുക. ഇതിനു മുമ്പും സമരം ചെയ്തിട്ടുണ്ട്. 11 വർഷം മുമ്പ് നമ്മൾ കണ്ടതല്ലേ ഒരു വലിയ സമരം. അന്ന് ആ സമരത്തിന് അവർ ആവശ്യപ്പെട്ടത് 500 രൂപയെങ്കിലും കൂട്ടിത്തരൂ എന്നുള്ളതാണ്. 1000 രൂപയാക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു. അന്ന് വി ശിവകുമാർ പറഞ്ഞത് 100 രൂപ കൂട്ടിത്തരാമെന്നാണ്. അതിനെതിരെ വലിയ ശക്തമായ സമരം നടന്നു. പിന്നീടാണ് 1000 രൂപയായി അത് ഉയർത്തുന്നത്. അത് പിന്നീട് 7 മടങ്ങായി വർദ്ധിപ്പിച്ചു എന്നത് നേരാണെങ്കിലും അത് നിലവിൽ അവരുടെ ജോലിക്കോ അവരുടെ ആവശ്യത്തിനോ ഉതകുന്നതല്ല. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. എനിക്ക് തോന്നുന്നു കേരളം മാത്രമാണ് 7000 രൂപ കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ കർണാടക 10000 രൂപ കൊടുക്കാം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ലോക്സഭയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡാറ്റയാണ്. പക്ഷേ അപ്പോഴും ഉത്തർപ്രദേശ് അടക്കം 1500 രൂപയാണ് സംസ്ഥാനത്തിന്റെ ഓണറേറിയം. കേരളത്തിൽ ഇത് 7000 കൊടുക്കുന്നു. മറ്റ് ഇൻസെന്റീവുകൾ കൂടി കൂട്ടിച്ചേർത്താൽ 13,500 എന്ന കണക്കിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സംസ്ഥാന സർക്കാരും ഒരേ സമയം കേന്ദ്ര സർക്കാരും എന്ന് പറയാനുള്ള കാര്യം, കേന്ദ്ര സർക്കാർ ആകെ വർദ്ധിപ്പിച്ചത് 2000 രൂപയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. ഇപ്പോഴും ആ 2000 രൂപ നിൽക്കുക. എന്നിട്ടും അത് കൃത്യസമയത്ത് കൊടുത്തു തീർക്കുന്നില്ല. കുടിശ്ശികയിട്ടിരിക്കുക 2000 രൂപ. ഇൻസെന്റീവ് കുടിശ്ശിക കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ 3000 രൂപയിൽ 40% ഇൻസെന്റീവ് കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. 1200 രൂപ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ടത് കുടിശ്ശികയാണ്.